Salt and pepper. Bum 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 bum. ഒരു ചിത്രം വരച്ചു വെച്ചിരിക്കുന്ന ഒരു ഫീലില്ലേ ഇപ്പം നിങ്ങളുടെ ടെലിവിഷൻ സ്ക്രീനിൽ? സത്യത്തിൽ ഇതൊരു ചിത്രമല്ല, ഇതൊരു എന്തു പറയാം, ഒരു ലാൻഡ്സ്കേപ്പ് ചിത്രത്തിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്, നിങ്ങൾക്കും തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊരു ചിത്രമല്ല, ഇത് ശരിക്കും മലയാളികൾക്ക് ദൈവം അനുഗ്രഹിച്ചു തന്ന ഒരു ഒരു കാഴ്ച. ഇത് മലയാളികൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ്, നമ്മുടെ സ്വന്തം. ഇത് സത്യത്തിൽ ഈ സ്ഥലത്തെക്കുറിച്ച് ഒന്ന് പറയട്ടെ. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കാരണം നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കരമായിട്ട് ഒരുപാട് ദൂരമൊക്കെ കേരളത്തിൽ തന്നെ മലയാളികൾക്കുള്ള സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് സഞ്ചരിച്ചിട്ട് വന്ന് നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഒന്നുമല്ല, ഇത് നമ്മുടെ കേരള കൗമുദിയുടെ സ്വന്തം മണ്ണ്, കേരളത്തിൻ്റെ സ്വന്തം മണ്ണ്, മലയാളികളുടെ സ്വന്തം മണ്ണ്. തലസ്ഥാനം തിരുവനന്തപുരം ജില്ലയുടെ നെയ്യാർ ഡാം. തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെ ഒരു സൗന്ദര്യം ഒളിച്ചിരിക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് അറിയാമെങ്കിലും തിരുവനന്തപുരം ജില്ലയിലുള്ള പലർക്കും അറിയത്തില്ല. നമ്മൾ തിരുവനന്തപുരത്തുള്ള ഒരു പല സ്ഥലത്തും പോയിട്ട് ഇതുപോലുള്ള കാഴ്ചകൾ കണ്ടിട്ടൊക്കെ തിരിച്ചു വരും. പക്ഷേ ഇതുവരെ നെയ്യാർ ഡാമിൻ്റെ ശരിക്കുള്ള സൗന്ദര്യം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും, പക്ഷെ എല്ലാവരും ഉണ്ടാവില്ല. ചുമ്മാ ഇതോ അങ്ങോട്ട് നോക്കിയേ, ഇതാ കാണുന്നതാണ് നമ്മൾ കഥകളിലും എല്ലാ പുരാണത്തിലുമൊക്കെ മിത്തിലുമൊക്കെ കേട്ടിട്ടുള്ള അഗസ്ത്യാർകൂടം. ഇവിടെയുള്ളവർ പറയാറുണ്ട് അഗസ്ത്യാർകൂടത്തിന്റെ അഗസ്ത്യാർ മലയിൽ നിന്ന് വരുന്ന കാറ്റ് കേൾക്കുന്നത് പോലും ഒരു സുഖമാണെന്ന്. കാരണം അതിന് പോലും ഒരു ഔഷധ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും പ്രകൃതി സൗന്ദര്യം വാരിക്കോരി ഫ്രീ ആയിട്ട് തരുന്ന ഒരു നാട്ടിലാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്നത്. ഇനിയും ഉണ്ട് കേട്ടോ ഒരുപാട് കാഴ്ചകൾ. ഞാൻ ഒന്നും പറയില്ല, ഞാൻ ഒന്ന് കണ്ടോട്ടെ എല്ലാം. ഈ കാഴ്ചയും കണ്ട് നെയ്യാർ ഡാമിലെ റിസർവ് വാട്ടർ, ഈ കാഴ്ചയും കണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര സമയമാണെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് കുക്കറി ഷോ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. നോക്കിയാ കിളികൾ പോലും സത്യത്തിൽ ഇവിടെ വന്നിരുന്നിട്ട് ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുകയാണ്. കാരണം അതാണ് ഈ പ്രകൃതി നമുക്ക് വെച്ച് നേടുന്നത്. സകല ജീവനുള്ള എല്ലാവർക്കും വന്ന് ഇത് കണ്ടിട്ട് ആസ്വദിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം, നിങ്ങളൊന്ന് കാതോർക്കാവോ? സിംഹത്തിൻ്റെ ശബ്ദം കേൾക്കാം, കാരണം ഇവിടെയാണ് ലയൺ സഫാരി പാർക്ക്. പിന്നെ വിവിധ ഇനം പക്ഷികളുടെ സൗണ്ട് കേൾക്കാം. പിന്നെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുതലകൾ, ചീങ്കണ്ണിയൊക്കെ ഉള്ളത്. അതായത് നമ്മൾ മറ്റേ അനിമേഷനിൽ കാണുമ്പോൾ നല്ല സാധനങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ആൾക്കാരെ ഉപദ്രവിക്കുന്നതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ മാറ്റിക്കളഞ്ഞു. എന്നാൽ അവർക്ക് വേണ്ടിയിട്ടൊരു പാർക്കൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ ദാ നോക്കിയേ, കുറേ ബോട്ട് കിടപ്പുണ്ട്. ഈ ബോട്ടിൽ കയറി ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ച് യാത്ര ചെയ്യാം. ഈ യാത്രയുടെ ഒരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയൺ സഫാരി പാർക്ക് കാണാം, പിന്നെ ഡിയർ പാർക്ക്, മാനുകളുടെ ഇടയിലേക്ക് പോകാം, പിന്നെ മുതലകളെ കാണാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ സോൾട്ട് ആൻഡ് പെപ്പർ ഒരു കാര്യം ചെയ്യാം. ഇന്ന് സോൾട്ട് ആൻഡ് പെപ്പർ ഷൂട്ട് ചെയ്യാനാണല്ലോ ഇവിടെ വന്നത്, അപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ പോകാം. പക്ഷേ ആ പാചകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ചുകൂടെ കാഴ്ച കണ്ടിട്ടേ വരൂ. കാരണം നെയ്യാർ ഡാമിൽ വരുന്നവൻ ഈ കാഴ്ച കാണാതെ പോയി കഴിഞ്ഞാൽ അവനെ പൊട്ടനെന്ന് വിളിക്കണം. ഈ വിശേഷ ദിവസം അല്ലെങ്കിൽ ഈ വിശേഷ നാളിലുള്ള വിശേഷ വിഭവമാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം നമുക്ക് നമ്മുടെ ഷെഫിനെ പരിചയപ്പെടാം. ഗുഡ് നെയിം? അഭിജിത്ത്. അപ്പോൾ അഭിജിത്ത് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഇത്തരം വിശേഷ ദിവസങ്ങളിലൊക്കെ നോൺ വെജ് ഒക്കെ ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ നോൺ വെജ് ഒന്നുമല്ല, നല്ല പ്യുവർ വെജിറ്റേറിയൻ ആണ്. നല്ല ചീര കിട്ടിയിട്ടുണ്ട്. നമുക്കിതുകൊണ്ട് എന്ത് വെക്കാം? ചീര തോരൻ വെച്ചാലോ അതോ ചീര കറി വയ്ക്കാമോ? എനിക്കറിയാം ഇന്നത്തെ ദിവസം അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും. അതൊന്നും അല്ല, ഈ ചീര കൊണ്ടുള്ള ഒരു ഇനമാണ്. എന്താണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ചീര വെച്ചുള്ള കേക്കാണ്.
ചീര കേക്ക് കഴിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പേ? അപ്പോൾ ചീര കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് പ്രത്യേകിച്ച് എന്താണ് വലിയ ഓവനൊന്നും വേണ്ട. അതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല രുചികരമായ ഒരു ഹോം മെയ്ഡ് കേക്കാണ് സ്പിനാച്ച് കേക്ക് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്തൊക്കെയാണ് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത്? മുട്ട, പഞ്ചസാര, മൈദമാവ്, സൺഫ്ലവർ ഓയിൽ, ബേക്കിംഗ് പൗഡർ, പാല്. അല്ല, ബാക്കിയെല്ലാം പറഞ്ഞു. അപ്പോൾ ചീരയുടെ കാര്യം പറഞ്ഞില്ല. ചീരയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള. അതെ, നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് ചീര കേക്കാണെന്ന്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ ചീല, അങ്ങനെ ഒരു പാട്ടില്ലേ കേട്ടല്ലേ? ശരി, തുടങ്ങാം. ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അല്ലേ? ഓക്കെ. ഈ ചീര കഴിക്കുന്ന ഭയങ്കര ആരോഗ്യദായകമാണ്. നമ്മൾ കേട്ടിട്ടില്ലേ മറ്റേ പോപ്പായ് ദ സൈലർമാനിലെ പുള്ളിക്കാരൻ? പണ്ട് ഞാൻ വിചാരിച്ചു പുള്ളി എന്തോന്നാ ഈ ടിന്നിൽ നിന്ന് തുറന്നെടുത്ത് കഴിക്കുന്നതാണ്. സ്പിനാച്ചിൻ്റെ അർത്ഥം എനിക്ക് അന്ന് അറിഞ്ഞൂടായിരുന്നു. പിന്നെയാണ് നോക്കിയപ്പോൾ നമ്മുടെ ചീര ഇത് തിന്നിട്ടാണ് പുള്ളിക്കാരൻ ഭയങ്കര സൂപ്പർമാനെ പോലെ കയ്യിൽ മറ്റേ മസിലൊക്കെ വെച്ച് നടക്കുന്നത് അല്ലേ? ഇങ്ങനെ ഈ പുള്ളിക്കാരനെ പോലെ കറക്റ്റ് മറ്റേ പോപ്പായിയെ കാണാൻ. കറക്റ്റ് അല്ലേ? ചീരയുടെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങത്തില്ലേ, ഒരു പിടി ചീര, ആ ഒരു പിടി ചീരേൻ്റെ ക്വാണ്ടിറ്റി ഉള്ളൂ. അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം എടുത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് മിക്സിയിൽ വെച്ചിട്ടുണ്ട് അല്ലേ? ശരി, അപ്പോൾ ഇനി അടുത്തെന്താണ് പ്രോസസ്സ്? ഇനി ഇതിനെ അടിച്ചെടുക്കണം. നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് ഏത് പരുവത്തിലാണ് അടിച്ചെടുക്കേണ്ടത്? നന്നായിട്ട് ഒരു പ്യൂരി ടൈപ്പ്, പ്യൂരി ആക്കണം. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. കുറച്ച് പാൽ ഒഴിച്ചടി. ഓക്കെ, ആ ചീരയിൽ മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാല് കൂടെ ചേർക്കുകയാണ്. കീര ശരിയായിട്ട് കീര റെഡി ആയിട്ടുണ്ട്. കീരേൻ്റെ ഒരു അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഇതാണ്. ക്യാരറ്റ് കേക്ക് വരെ വളരെ അത്ഭുതത്തോടെ കേട്ടിട്ടുണ്ട്. പക്ഷേ ചീര കൊണ്ടൊരു കേക്ക് ആദ്യമായിട്ട് ഞാൻ കേൾക്കുകയാണ്. അതിൻ്റെ ഒരു ക്രെഡിറ്റ് സോൾട്ട് ആൻഡ് പെപ്പറിനാണ്. ഒരു ടെലിവിഷനിലൂടെ ഒരു ചീര കേക്ക് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. ഇനി നമുക്ക് ഈ മുട്ടയും പഞ്ചസാരയായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ മുട്ട എന്ന് പറഞ്ഞാൽ എത്ര മുട്ട ചേർക്കണം? 3 മുട്ട. 3 മുട്ട. ഓക്കെ. നാടൻ മുട്ടയാണോ അത്? അല്ല, വെള്ളമുട്ടയാണ്. ഇവിടെ വെള്ളക്കോഴീൻ്റെ മുട്ടയാണ്. 3 മുട്ടയും പൊട്ടി. ഇനി അടുത്ത് അതിൽ പഞ്ചസാര. പഞ്ചസാര എത്ര ഗ്രാം വേണം? 350 ഗ്രാം. 350 ഗ്രാം. ബ്ലെൻഡ് ചെയ്യണം, മിക്സ് ചെയ്യണം. ഓക്കെ, മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇത് നല്ല വെള്ള നിറം വരെ ആവും വരെ അടിക്കണം. വൈറ്റ് ഫ്ലഫി ആവും. ഏകദേശം നല്ല വൈറ്റ് കളർ, അതൊരു യെല്ലോ ടോണിൽ തുടങ്ങിയതാണ്, ഇപ്പോൾ ഒരു വൈറ്റിലോട്ട് വരികയാണ്. ഇതാൻ്റെ പരുവം. ഓക്കെ, റൈറ്റ്. കറക്റ്റ് നമ്മുടെ ആ മാവിൻ്റെ മൈദാ മാവിൻ്റെ ആ കളർ വന്നിട്ടുണ്ട്. ഒരു ക്രീം കളർ, വൈറ്റ് ക്രീം കളർ ആയിട്ടുണ്ട്. ഇനി ബാക്കി വെച്ചിരിക്കുന്ന പാലും, പാല് ഒരു അര ഗ്ലാസ് പാല് അല്ലേ? അര ഗ്ലാസ് പാല്, അര ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ, അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് ബേക്കിംഗ് പൗഡറും മൈദാമാവ് ഇതിൽ മിക്സ് ചെയ്യാം. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ. പിന്നെ മൈദാമാവ് എത്ര ഗ്രാം ഉണ്ട്? 450 ഗ്രാം. 450 ഗ്രാം. ആദ്യം മൊത്തം ഇടണ്ട, മൈദ കുറച്ചിട്ടാണ്. കുറച്ച് ചേർത്ത് കൊടുത്താൽ. ഓക്കെ, റൈറ്റ്. ഇത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈദാമാവ് ഇങ്ങനെ കുറച്ച് ചേർക്കുക. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് മൈദാമാവും കൂടെ ചേർത്ത് അതിനൊന്ന് ബീറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ സൂപ്പർ താരം ഇറങ്ങുകയാണ്. സ്പിനാച്ച് അഥവാ നമ്മുടെ സ്വന്തം ചീര, ചുവന്ന ചീര. ഇത് വേറെ പച്ചച്ചീര കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ചീര കൊണ്ട് ഏത് ചീരയായാലും കുഴപ്പമില്ല. ഏത് ചീരയാണ് നമുക്ക് കിട്ടണം, ആ ചീര കൊണ്ട് ഉണ്ടാക്കാം. ഗ്രീൻ ചീര ഇടുമ്പോൾ ഈ കേക്കിന്റെ കളർ മാറുമോ? ചെറുതായിട്ട്. ഗ്രീൻ ചീര ഇടുമ്പോൾ ഗ്രീൻ ആവും, പിസ്ത ആ കളറാവും. പിസ്തയുടെ കളറാവും അല്ലേ? ബാറ്റർ ആയിട്ടുണ്ട്. പിന്നെ അതിനെ മോൾഡിൽ വെച്ച്. ഓക്കെ, ഇനി നമുക്ക് മോൾഡ് ഉപയോഗിക്കാം. ഇനിയാണ് എല്ലാവരുടെയും ഒരു എന്താണ് നെഞ്ചിടിപ്പ് അല്ലേ?
എങ്ങനെയായിരിക്കും ഇനി ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്? കേക്ക് കുക്ക് ചെയ്യാനായിട്ട് ഓവനൊക്കെ വേണ്ടേ എന്നുള്ളിടത്താണ് നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ നിങ്ങളെ പലപ്പോഴും ചില സൂത്രപ്പണികൾ പഠിപ്പിച്ചു തരുന്നത്. ഒരു ചെറിയ കുക്കറാണ്, ഇത് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും ഈ കുക്കർ. അതിൻ്റെ ഒരു ആദ്യം ഞാൻ ഈ കുക്കറൊന്ന് പരിചയപ്പെടുത്തരാം. ഇതിപ്പോൾ നമുക്ക് കേക്കിൻ്റെ മോൾഡാണ്. ഇപ്പോൾ കാണാം നമ്മളെ ഇഡ്ഡലി പാത്രം പോലെ ഒരു പാത്രം, അതിനകത്ത് ഈ കേക്കിൻ്റെ മോൾഡ് കൃത്യമായിട്ട് ഇറക്കി വെക്കാൻ പറ്റും. മേളിൽ കൃത്യമായിട്ടിരിക്കും. അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, എന്നിട്ട് അടപ്പ് വെച്ച് അടയ്ക്കുക. ഇത് വാങ്ങാനൊക്കെ കിട്ടും. ഓക്കെ, ഈ മോൾഡ് കൊടുക്കണം. മോൾഡിൽ എണ്ണ ഒന്ന് തടവി എടുക്കണം, കാരണം ഈ കേക്ക് അതിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബാറ്ററി മോഡലിലോട്ട് മാറ്റിയ. ഓക്കെ, സ്റ്റൗ എത്തിക്കാം അല്ലേ? അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ വിഷസ് നേർന്നുകൊണ്ട് സോൾട്ട് ആൻഡ് പെപ്പറിൽ മടങ്ങി വരുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ വെള്ളം ഏതാണ്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മോൾഡിൽ കറക്റ്റ് ഒരു എന്താണ് ഒരു അരഭാഗം മാത്രമേ നമ്മൾ കേക്കിൻ്റെ ഈ മിശ്രിതം സെറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇതിന് കുക്ക് ചെയ്ത് വരുമ്പോൾ ഇത് റൈസായിട്ട് വരും. ഓക്കെ, ഇത് എത്ര സമയം എടുക്കും നമ്മുടെ ഈ കേക്ക് ഒന്ന് തയ്യാറായിട്ട് വരാൻ? മൊത്തം 3/4 മണിക്കൂർ എടുക്കും. 3/4 മണിക്കൂർ? 3/4 മണിക്കൂറോ? 3/4 മണിക്കൂർ വരെ? ഇതിപ്പോൾ അരമണിക്കൂർ കൊണ്ട് നമ്മൾ എപ്പിസോഡ് തീരും. 3/4 മണിക്കൂർ വരെ എന്ത് ചെയ്യും? കാത്തിരിക്കുക, അല്ല എന്ത് ചെയ്യാൻ? കറക്റ്റ് 45 മിനിറ്റ് ഞാൻ തള്ളി നീക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് തള്ളിയതാണോ അല്ലയോ എന്നൊക്കെ അറിയാനുള്ള ടൈമായി. ചൂട് കേക്ക്, അതൊരു പുതിയ പ്രയോഗം അല്ലേ? അല്ലേ ചൂട് കേക്ക് കഴിക്കാന്നൊക്കെ പറയണേ. കാരണം നമ്മൾ തണുത്തൊക്കെ ഇരിക്കുന്ന കേക്കല്ലേ കഴിക്കുന്ന. ഓക്കെ, എടുക്കാം. എൻ്റെ അണ്ണ സൂപ്പർ. ഈ ഒരു പാത്രത്തിൻ്റെ ഈ അച്ചിൻ്റെ ഒരു പകുതി ഭാഗം ഇതുവരെ നമ്മൾ മാവ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കറക്റ്റായിട്ട് ബേക്കായി വന്നപ്പോഴേക്കും കറക്റ്റ് പൊന്തി വന്നിട്ടുണ്ട്. അതും നമ്മൾ നല്ല മനോഹരമായൊരു സ്റ്റൈലൻ കേക്ക്. ഇനി ഇതിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലേ? ഡെക്കറേറ്റ് ചെയ്യാം. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഈസ്റ്ററായിട്ട് കേക്ക് മുറിക്കാതെ എന്താ ആഘോഷം? വലിയ ചൂടില്ല, ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. കട്ട് ചെയ്ത് റൈറ്റ്. അത് ഒരു ഷേപ്പ് ആക്കണം. മാറ്റട്ടെ? മാറ്റാം. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നേരത്തെ ക്രീം. ഓക്കെ, ഈ ക്രീം എങ്ങനെയാണുണ്ടായി? എനിക്ക് എപ്പോഴും ക്രീം എന്ന് മാത്രം നമ്മൾ ഏത് റെസിപ്പി എടുത്താലും ക്രീം എന്ന് പറയും. അപ്പോഴേ ഉള്ളൊരു ആഗ്രഹമാണ്, ഈ ക്രീം എങ്ങനെയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും? ഹോം മെയ്ഡ് ആണ്. എല്ലാം പഞ്ചസാരപ്പൊടിയും ബട്ടറും മതി. പഞ്ചസാരപ്പൊടി എത്ര പഞ്ചസാരപ്പൊടി വേണം ഇത്ര ഉണ്ടാക്കണമെങ്കിൽ? ഇപ്പം 300 ഗ്രാം പഞ്ചസാരപ്പൊടിക്ക് 100 ഗ്രാം ബട്ടർ. ഓക്കെ, 300 ഗ്രാം പഞ്ചസാര പൊടിച്ച് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതിൽ ഒരു 100 ഗ്രാം ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ക്രീം റെഡി. ഇത് ഡെക്കറേറ്റ് യൂസ് ചെയ്യുന്ന കത്തിയാണിത്. ഇത് വേറെ അല്ലേ? അത് മുറിച്ചുള്ളത്. ഇത് മുറിച്ചുള്ളത്, അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കത്തി. ഓക്കെ, കൊള്ളാം. കാണുമ്പോൾ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും അതിനൊരു കരവിരുതൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഒരു കലാകാരൻ്റെ, ഒരു ചിത്രകാരൻ്റെ ഒരു കൈയടക്കത്തോടെ ആണ് അദ്ദേഹം അത് ചെയ്തെടുത്തത്. ഇനി തോണം ഓയിലായാലും മതി. ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഓയിലായാലും മതി. അല്ലെങ്കിൽ എന്താണ് അപ്പോൾ വേണ്ടത്? വെള്ളം എടുക്കാം.
വെള്ളം എന്നാൽ പിന്നെ വെള്ളം തന്നെ ഉപയോഗിച്ചൂടെ? നമുക്ക് ആയാലും മതി എന്ന് പറഞ്ഞൊരു ഓയിൽ മതി. ഓയിലായാലും വെള്ളമായാലും നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിന് ഒന്ന് പോളിഷ് ചെയ്യാനാണ്. ഓയിൽ വേണ്ടെന്നുള്ളവർക്ക് വെള്ളം, നമ്മുടെ പച്ചവെള്ളം തന്നെ ഉപയോഗിച്ച് ഫിനിഷിങ് ടച്ച് ചെയ്യാം. ഇനി സൈഡ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ബട്ടർ പേപ്പർ മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായല്ലേ എന്താ കപ്പലിൻ്റെ പൊതിയും പോലെ എന്തിനാണെന്ന് മനസ്സിലായി. ഇതിനകത്തോട്ട് നമ്മുടെ ക്രീം പേരൊക്കെ എഴുതുന്ന പരിപാടിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള ഒരു സൂത്രം ഇതാണ്. ബട്ടർ പേപ്പർ എടുത്തിട്ട് നമ്മൾ കപ്പലിൻ്റെ ഇങ്ങനെ കുമ്പിൾ കുത്തും പോലെ കുമ്പിൾ കുത്തുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ക്രീം ഫില്ല് ചെയ്യുക. താഴെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ ഹോൾഡ് അല്ലേ? വളരെ സൂക്ഷ്മത വേണ്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ കുറച്ച് സമയത്തേക്ക് വായടക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. എന്താ ഒരു മഞ്ഞ് കൊണ്ടുണ്ടാക്കിയ ഒരു മഞ്ഞുകാലത്തെ കേക്ക് പോലെ സുന്ദരമായ ഒരു കേക്ക് തയ്യാറായി. ഈസ്റ്റർ കേക്ക് കഴിഞ്ഞോ? അപ്പോൾ ഇനി പൂവും കൂടെ ഒന്ന് കളർ ചെയ്യണം. കളറിങ് ഓക്കെ. ഇത് ഈ കളർ മതിയോ? മതി. ഇത് കേക്ക് കളർ ചെയ്യാനുള്ള ഫുഡ് കളറാണ് അല്ലേ? ഇത് ആരോഗ്യത്തിന് ഹാംഫുൾ ഒന്നുമല്ല. നല്ല ഇത് എല്ലായിടത്തും മേടിക്കാൻ കിട്ടും. ഇത് കിട്ടും. ഓക്കെ. കേക്കിൽ കളർ ചെയ്യാനുള്ള എന്തെന്ന് പറയണം? കേക്കിന് സ്പ്രേ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സ്പ്രേ ചെയ്യാനുള്ള അല്ലേ? ഓക്കെ. ഗംഭീരമായിട്ടുണ്ട് നമ്മുടെ ഈ ചീര കേക്ക് അല്ലേ? നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്ക്. അപ്പോൾ ഇനി ഇത് ടേസ്റ്റ് ചെയ്താലോ? ടേസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കുമ്പോഴാണ് രണ്ട് കുട്ടി സാന്നിധ്യം ഇവിടെ കണ്ടത്. ഇവിടെ നമ്മുടെ ഷൂട്ട് കണ്ടുകൊണ്ട് രണ്ട് കൊച്ചു കൂട്ടുകാരും. പിന്നെ അവരവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് ഒറ്റയ്ക്ക് ടേസ്റ്റ് ചെയ്യണം. മക്കളെ വന്നേ. ഈസ്റ്ററായിട്ട് എൻ്റെ രണ്ട് അതിഥികളാണ്, കുഞ്ഞതിഥികൾ. എൻ്റെ ഈസ്റ്റർ കൂട്ടുകാർ. എന്താണ് പേര്? മോൻ്റെ പേര് കർണൻ. അടിപൊളി പേര്. കാളിദാസും കർണനും. സിനിമയൊക്കെ കാണാറുണ്ടോ? ഏറ്റവും ഇഷ്ടമുള്ള നടനാരാണ്? നിങ്ങൾ അനിയൻ ചേട്ടനാണോ? മമ്മൂട്ടിയാണോ ഇഷ്ടം? ആണോ? നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ അപ്പം ഭയങ്കര അടിയൊക്കെ ഉണ്ടാവോ? അടിപൊളി. നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ നെഞ്ചോട് ഏറ്റി വെച്ചിരിക്കുന്ന രണ്ട് താരങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന രണ്ട് കൂട്ടുകാർ. അപ്പം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഈസ്റ്ററിന്റെ പാട്ട് വല്ലതും അറിയോ പാടാൻ? ഓക്കെ, കട്ട് ചെയ്യട്ടെ? ഞാൻ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ കത്തി വെച്ച് തന്നെ കട്ട് ചെയ്യാം അല്ലേ? സാധാരണ ചെറിയ കത്തിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ മേക്കറിൻ്റെ ഒരു കത്തി ഞാൻ ഉപയോഗിക്കുന്നു. എൻ്റെ ഈസ്റ്റർ സമ്മാനം. ഹാപ്പി ഈസ്റ്റർ. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ താരങ്ങൾക്കും അത് തന്നെ ഉണ്ടാവട്ടെ. ഇപ്പം എൻ്റെ പരിപാടി ഒന്നും കാണാറില്ലേ? എന്നെ ഇഷ്ടമാണോ? എൻ്റെ ഫാനാണോ നിങ്ങൾ? എന്നതാ. അപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്യാല്ലേ? നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്താൽ, എന്നിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് അഭിപ്രായം പറയണം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, താങ്കളും പറയണം. ഓക്കെ. എങ്ങനെയുണ്ട്? കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? എന്താണ് ഈ കേക്ക് മറ്റു കേക്കുകളിൽ നിന്നും ഒരു പുതിയ ടേസ്റ്റ് അല്ലേ? കറക്റ്റ്. ചീര ചേർത്തെങ്കിലും നമ്മൾ ചീരത്തോരൻ കഴിക്കുമ്പോഴത്തെ രുചിയൊന്നുമല്ല, പ്രത്യേക രുചി. ഇത് നിങ്ങൾ എന്തായാലും വീട്ടിലുണ്ടാക്കി കഴിക്കും. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവും. അസൽ കേക്ക് അല്ലേ? ഗംഭീരമായിട്ടുണ്ട്. എന്ത് പറയണം ഈ കേക്കിനെ കുറിച്ച്? കൊള്ളാം. അങ്ങനെ പറയാം. ഈസ്റ്റർ ആയിട്ട് കൊള്ളാമെന്ന്
ഓക്കെ, ഇതിന് 2 കൊച്ചു കുട്ടികൾ. നിങ്ങളെയും കൂടെ തേച്ചാലോ? ഈസ്റ്ററായിട്ട് തേക്കണ്ടോ? എത്ര മനോഹരമായ നമ്മളെ ഷെഫ് നീക്കണമെങ്കിൽ അടിപൊളി കേട്ടോ. വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂക്കിൽ പറ്റിയിരിക്കുന്നവർ ആശാൻ തിന്നുന്നുണ്ട്. അപ്പോൾ ഷെഫ് തന്നെ ഇത് ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ എന്താ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഊഹിച്ച് നോക്കും അല്ലേ? കുറച്ചുകൂടെ തേച്ചിട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്നുകൂടെ ഒന്ന് കാണണ്ടേ? അപ്പോൾ ചെറിയൊരു റീക്യാപ്പ്. അപ്പോൾ എല്ലാവർക്കും നല്ല നന്മ നിറഞ്ഞ ഒരു ഈസ്റ്റർ ആശംസിക്കുന്നു. എല്ലാവരുടെ ജീവിതത്തിലും നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ പോലെ എല്ലാവരുടെ ജീവിതത്തിലും ശാന്തിയും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ ആശംസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നല്ല മറ്റൊരു വിഭവമായിട്ട്, ഇതുപോലെ രസകരമായ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും തുടർന്ന് സോൾട്ട് ആൻഡ് പെപ്പറിൽ കണ്ടുകൊണ്ടേയിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.